Dear students, welcome to another class of Business Information System. Today we are going to discuss a new topic, that is basic structural concept in MIS. Management Information Systemത്തിലെ പുതിയൊരു ടോപ്പിക്കാണ് ബേസിക് സ്ട്രക്ചറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ആളുകൾ, ഹാർഡ്വെയർ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, മറ്റ് എല്ലാ ഡാറ്റാ സോഴ്സ് അതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ്. അതുപോലെ ഈ ഒരു ഡാറ്റാ സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ആളുകളുടെ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഹാർഡ്വെയറിൻ്റെ ഒരു കോമ്പിനേഷൻ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ ഒരു കോമ്പിനേഷൻ, ഇതെല്ലാം തന്നെ പല സോഴ്സുകളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്ത് അത് ട്രാൻസ്ഫോം ചെയ്ത് ഒരു സ്ഥാപനത്തിന് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലേ, അതാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിലും അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ പല സോഴ്സിൽ നിന്നും കളക്ട് ചെയ്ത് അതിനെ ആ ഡാറ്റയെ ട്രാൻസ്ഫോം ചെയ്ത് ഇൻഫർമേഷൻ ആക്കി അത് അവരിലേക്ക് എത്തിക്കാം. നമുക്കറിയാം അതെന്തിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ മാനേജേഴ്സ് ഫോർ ദെയർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. സോ ആൻ MIS ഹെൽപ്സ് എ ഡിസിഷൻ മേക്കിംഗ് ബൈ പ്രൊവൈഡിംഗ് ടൈംലി, റെലവൻറ്റ് ആൻഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ ടു മാനേജേഴ്സ്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിലും ആ ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് ആ മാനേജേഴ്സിന് ആവശ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് റെലവൻറ്റ് ആൻഡ് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അവരെ തീരുമാനമെടുക്കുന്നതിൽ അവരെ സഹായിക്കുന്നതിന് ആവശ്യമുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. The physical components of an MIS management information system, it will include hardware, software, database, personnel and procedures. ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫിസിക്കൽ കമ്പോണൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഹാർഡ്വെയർ വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, ഡാറ്റാബേസ് ഉണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസസിലെ ആർക്കിടെക്ചർ ഓഫ് ആൻ MIS അവരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ് ആ ഒരു ചുറ്റുപാട്, അവരുടെ ബിസിനസ് എൻവയോൺമെന്റും അതുപോലെ ഇൻഡിവിജ്വൽ പാർട്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്. അതുപോലെ ആൻ ഇഫക്റ്റീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ഇറ്റ് വിൽ റിക്വയർ അപ്പാർട്ട് ഫ്രം അതർ തിങ്സ് ഇറ്റ്സ് പെയിൻലെസ് ഇന്റഗ്രേഷൻ ഇൻ ടു ദ എന്റർപ്രൈസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ ഒരു സ്ഥാപനത്തിന് എന്താണോ ആവശ്യം അത് കോപ്പപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനം. Then the information system architecture can be seen by different angles. The structural design of an information system might be closely interconnected with the enterprise organizational architecture. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്, സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തുമായിട്ടൊരു കണക്റ്റഡ് ആയിരിക്കണം. ഇറ്റ് ഇസ് ക്ലോസ്ലി ഇന്റർകണക്റ്റഡ് വിത്ത് ദ എന്റർപ്രൈസ് ഓർഗനൈസേഷണൽ ആർക്കിടെക്ചർ. അപ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെയാണോ ഒരു സ്ഥാപനത്തിന്റെ, ഒരു പെർട്ടിക്കുലർ സ്ഥാപനത്തിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അതിനോട് കോപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ, അതിനോട് ഇന്റർകണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആയിരിക്കില്ല, ഒരു ഡാറ്റാബേസ് സിസ്റ്റം ആയിരിക്കില്ല ഒരു ഹോസ്പിറ്റൽസിന് ആവശ്യമായി വരുന്നത്. അല്ലേ, അതുപോലെയുള്ള ഒരു ഡാറ്റാബേസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആയിരിക്കില്ല മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ, MISന്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ എപ്പോഴും ഇതുമായിട്ട് ക്ലോസ്ലി ഇന്റർകണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് മെയിൻലി വരുന്ന ഒരു കോമ്പോണന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, there is a public and private information system, and within the public information system there is a formal and informal information system. And also under the private information system it contains formal and informal private information system. So there is an information system, it may be public information system or private information system, and the public information system may be either formal public information system or informal public informal information system. Likewise in the case of private information system it may be either private formal information system or private informal information system. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്, അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് കേട്ടോ. ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്നുകിൽ പബ്ലിക് ആയിരിക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കാം. പബ്ലിക് എന്ന് പറയുമ്പോൾ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആയ രീതിയിലായിരിക്കും പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ പ്രൈവറ്റ് ഇൻഫർമേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എയ്തർ ഫോർമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കാം നമുക്ക്. So the basic structural concept in MIS, it will include formal and informal information system. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആയ രീതിയിലാണ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്.
And the information processing system in an organization can again be categorized into public system and private system. നേരത്തെ നമ്മളത് പറഞ്ഞു അല്ലേ, പബ്ലിക് സിസ്റ്റം വരുന്നുണ്ട്, പ്രൈവറ്റ് സിസ്റ്റം വരുന്നുണ്ട്. സോ ഫോമൽ ആൻഡ് ഇൻഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം അതിൻ്റെ കാറ്റഗറി ആയിട്ട് രണ്ട് രീതിയിൽ എങ്ങനെയാണ് വരുന്നത്, പബ്ലിക് സിസ്റ്റവും അതുപോലെ തന്നെ പ്രൈവറ്റ് സിസ്റ്റവും വരുന്നുണ്ട്. For structural concept of MIS include, the first one is a public information system. Public information system is a part of an organization and used by the relevant person in an organization. Such information can be utilized by all personnel who have authority to access the information. അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമാണ് അല്ലേ, ആ ഒരു സ്ഥാപനത്തിലുള്ളവർ ഉപയോഗിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഇതെങ്ങനെയാണ് പബ്ലിക് ആവുന്നത്, ആർക്കൊക്കെയാണോ ഇത് ഉപയോഗിക്കാൻ, ഇത് ആക്സസ് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളത്, അത്തരത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഫർമേഷനാണ് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ആ ഒരു സറൗണ്ടിങ്സിലുള്ള എല്ലാവർക്കും കയറി ഉപയോഗിക്കാൻ പറ്റില്ല. ആർക്കാണോ അതിനുള്ള അതോറിറ്റി ഉള്ളത് അവർക്ക് മാത്രമായിരിക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, then second one is private information system. Private information systems are kept by individuals. Private information system help and supplement public system. Private ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വ്യക്തികൾ കീപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അപ്പോൾ അത് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ സപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും ഏത് പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വ്യക്തികൾ കൈവശം വെക്കുന്നതും അതുപോലെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റത്തെ സപ്ലിമെന്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. അതിലെല്ലാവർക്കും ആക്സസ് ഉണ്ടായിരിക്കില്ല, നമുക്കറിയാം, അത് എല്ലാവർക്കും കയറി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഈ രണ്ട് ഇൻഫർമേഷൻ സിസ്റ്റവും, പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം അതുപോലെ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അത് വീണ്ടും രണ്ട് രീതിയിൽ വരുന്നുണ്ട്. അതായത് ഫോമൽ ആൻഡ് ഇൻഫോമൽ സിസ്റ്റം. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സിസ്റ്റം അഗെയിൻ ഇൻക്ലൂഡ് ഫോമൽ ആൻഡ് ഇൻഫോമൽ സിസ്റ്റം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ദ ഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആർ റെപ്രസെൻറ്റ്സ് ബൈ റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ് അല്ലെ. റെക്കോർഡ് ഫോമിൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് വൈസ് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഫോമൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അവിടെ സർട്ടൻ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ഇൻ ദ ഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം. ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോമൽ സിസ്റ്റം ക്യാൻ ബി റെഫേർഡ് ആസ് ഫോമൽ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ആ ഫോമൽ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ടിനെയാണ് ഫോമൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് റൂൾസ് അതുപോലെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഫോമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് റെക്കോർഡുകളും റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഡോക്യുമെന്റ് വൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ, ഇൻഫർമേഷൻ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിലെ പോളിസീസ് അതുപോലെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മറ്റ് അതർ ഡോക്യുമെന്റേഷൻസ്, ഇതൊക്കെയാണ് ഫോമൽ സിസ്റ്റത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് ഫംഗ്ഷൻ ഒക്കെ തന്നെ നമുക്ക് എന്തിന്റെ ഭാഗമാണെന്ന് പറയാനായിട്ട് സാധിക്കും, ഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ അടുത്തതായിട്ട് വരുന്നതാണ് ഇൻഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന്. സോ ഇൻഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം. The informal information system also provide information needed for the efficient functioning of the organization. അപ്പോൾ ഫോമൽ ഇൻഫർമേഷൻ മാത്രം പോരാ, ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ഇൻഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റവും അത്യാവശ്യമാണ്. എന്ത് ചെയ്യുന്നുണ്ട്, അവരും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് ആവശ്യമുള്ള വിവരങ്ങൾ ഇൻഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റവും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദേ ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എഫിഷ്യന്റ് ഫംഗ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. But such an information system is not represented by any records and documents. പക്ഷേ അത് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഏതെങ്കിലും ഒരു റെക്കോർഡ് നോക്കിയാലോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് നോക്കിയാലോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കില്ല. അത് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നില്ല. റെക്കോർഡ് രൂപത്തിലോ ഡോക്യുമെന്റ് രൂപത്തിലോ ഒന്നും തന്നെ റെപ്രസെന്റ് ചെയ്യുന്നതല്ല ഇൻഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. And this informal information system need not to be documented, sanctioned or otherwise officials in order to be relied upon. നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് എന്തല്ല, റെക്കോർഡ് വൈസസിൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് വൈസസിൽ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഫോമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതല്ല ഇൻഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ there are no rules of formally organized system enabling data gathering and sharing. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം ഷെയർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് റൂൾസോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമോ ഒന്നും തന്നെ ആ ഗ്യാതറിങ്ങിനോ ഷെയറിങ്ങിനോ ഇല്ല. ഓക്കെ, ആ തരത്തിലുള്ള ഒരു ഓർഗനൈസേഷന്റെ എഫിഷ്യന്റ് ഫംഗ്ഷനിങ്ങിന് ആവശ്യമുള്ളതും എന്നാൽ റെക്കോർഡ് വൈസിലോ ഡോക്യുമെന്റ് വൈസിലോ അവൈലബിൾ അല്ലാത്തതുമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് ഇൻഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. Then next one is public
ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫോമിലാണ് ഇൻഫർമേഷൻ സിസ്റ്റം വരുന്നത്. ദെൻ പബ്ലിക് ഇൻഫർമേഷൻ തന്നെ ഏത് രീതിയിൽ വരും? ഫോമൽ ആൻഡ് ഇൻഫോർമൽ ആയിട്ട് വരുന്നു പറഞ്ഞു. സോ പബ്ലിക് ഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം. The management information system with its specified rules and procedures is a part of the formal public system. അപ്പോൾ ഇവിടെ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെയും ഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെയും ഒരു ഫീച്ചേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത്. സ്പെസിഫൈഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൻ്റെ അതോറിറ്റി ഉള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് പബ്ലിക് ഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. The next is public informal information system. So public informal information system provide benefit to all persons in the organization who really need such information. And there are no strict rules and procedures to be followed or to be found in such systems. അപ്പോൾ പബ്ലിക് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ആവശ്യമുള്ള ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്കെല്ലാം തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് നൽകുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അവിടെ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒന്നും തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ പബ്ലിക് ഫോമൽ എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷേ പബ്ലിക് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള റൂൾസോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തെയാണ് നമ്മൾ പബ്ലിക് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ പ്രൈവറ്റ് ഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം. നേരത്തെ നമ്മൾ പറഞ്ഞത് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം അത് ഫോമൽ ആൻഡ് ഇൻഫോർമൽ ആയിട്ട് വരുന്നുണ്ട്. സോ ലൈക്ക് വൈസ് പ്രൈവറ്റ് information system also in the form of formal and informal information system. Private information system എന്ന് പറയുമ്പോൾ private formal information system എന്ന് പറയുമ്പോൾ it comply with the specified rules and regulations given by a private individuals. അല്ലെ, അവിടെ കൃത്യമായിട്ടുള്ള rules and regulations ഉണ്ടായിരിക്കും. In case of formal private system, information is under the custody of a private owner and his staff. അപ്പോൾ ഇത് പബ്ലിക്കായിട്ട് അവൈലബിൾ അല്ല. ആരുടെയാണോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് കസ്റ്റഡിയിലായിരിക്കും ഈ ഇൻഫർമേഷൻസ് ഉണ്ടാകുന്നത്. ആ പ്രൈവറ്റ് ഓണറുടെ അല്ലെങ്കിൽ ആളുടെ സ്റ്റാഫിൻ്റെ കസ്റ്റഡിയിലായിരിക്കും ഇത്തരം ഇൻഫർമേഷൻസ് ഉണ്ടാകുന്നത്. ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതാണ് പ്രൈവറ്റ് ഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ്, ഇപ്പോൾ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യുന്ന ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് മാനേജർ കളക്ട് ചെയ്യുന്ന ഡാറ്റ, സെയിൽസ് ഫിഗേഴ്സിനെ കുറിച്ച് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യുന്ന ഒരു ഡാറ്റ ഒരിക്കലും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിന് അറിയണമെന്നില്ല. അതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിന് ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റമാണ് നമ്മൾ പ്രൈവറ്റ് ഫോമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. Then the last one is private informal information system. So the private nature ഉള്ള ഇൻഫർമേഷൻ സിസ്റ്റമാണ്. പക്ഷേ അതെന്താണ്? ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഫീച്ചേഴ്സും കൂടെ അതിൽ വരുന്നുണ്ട്. Many individuals may maintain their own private informal information system for discharging their duties more effectively and efficiently. അപ്പോൾ ഒരുപാട് വ്യക്തികൾ എന്ത് ചെയ്യും? അവരുടെ തന്നെ പ്രൈവറ്റ് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം അവർ മെയിൻറ്റെയിൻ ചെയ്യും. അവരുടെ ഡ്യൂട്ടീസ് ഒന്നും കൂടെ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം, പ്രൈവറ്റ് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇത്തരത്തിലുള്ള വ്യക്തികൾ നേരത്തെ പറഞ്ഞു അവരുടെ ഡ്യൂട്ടീസ് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ചില എക്സിക്യൂട്ടീവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പല ഇൻഫോർമൽ സോഴ്സിൽ നിന്നും അവർ കളക്ട് ചെയ്യും. അവരുടെ ഡിസിഷൻസ് ഒന്നും കൂടെ ആക്യുറേറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ, എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമാവുന്നതിന് വേണ്ടിയിട്ട് അവർ ഇൻഫോർമൽ സോഴ്സിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് പ്രൈവറ്റ് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇൻഫർമേഷൻ സിസ്റ്റം പബ്ലിക് വരുന്നുണ്ട്, പ്രൈവറ്റ് വരുന്നുണ്ട്. പബ്ലിക് തന്നെ ഫോമൽ ആൻഡ് ഇൻഫോർമൽ, പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അതുപോലെ ഫോമൽ ആൻഡ് ഇൻഫോർമൽ ആയ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഓരോന്നും നമ്മളത് ഡിസ്കസ് ചെയ്തു, സ്ട്രക്ചറൽ കോൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.